കർത്താവെ, അങ്ങയുടെ മക്കളെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ വീണ്ടെടുപ്പിൻ്റെ ഫലമാണ് ഞങ്ങൾ. കർത്താവെ, നിന്റെ തിരിച്ചോരയുടെ വിലയാണ് ഞങ്ങൾ. കർത്താവെ, നീ നിന്റെ തിരിച്ചോര കൊടുത്ത് വാങ്ങിയ അങ്ങയുടെ മക്കൾ, അങ്ങയുടെ അവകാശവും ഓഹരിയുമായിരുന്ന മക്കളോട് അങ്ങ് കരുണ തോന്നണം. കർത്താവ്, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന അനേകം മക്കൾ അക്രൈസ്തവരുണ്ട്. അവരെ നീ ഈ പ്രാർത്ഥന കൊണ്ട് സന്ധിക്കണം. അവരെന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? ആ പാവപ്പെട്ട മക്കൾ അവരുടെ ഇന്നത്തെ ജീവിതത്തിൽ അവരിന്ന് അനുഭവിക്കാൻ അവരെന്തിനു വേണ്ടി കണ്ണീരിടുന്നത്, ഏത് വിഷയത്തെക്കുറിച്ചാണോ, ഏത് വ്യക്തികളെക്കുറിച്ചാണോ, ഏത് വസ്തുവിനെക്കുറിച്ചാണോ അവരിന്ന് വേവലാതി കൊള്ളണത്, അവിടെയെല്ലാം കർത്താവിൻ്റെ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവികമായ ശക്തി നിങ്ങളുടെയൊക്കെ ആവശ്യക്കെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അവിടെ കുഞ്ഞു നൊമ്പരങ്ങളെപ്പോലും കർത്താവ് നീ ഏറ്റെടുത്തായിട്ട് അവർക്ക് ബോധ്യം തരണം. കർത്താവ്, അതിനുള്ള അടയാളങ്ങൾ കാണിക്കണ പ്രാർത്ഥിക്കുന്നത്. സുവിശേഷത്തിലാകമാനം അടയാളങ്ങൾ കൊണ്ട് അങ്ങയുടെ കാൽപാദങ്ങളും ഞങ്ങളുടെ മുമ്പിലും പിമ്പിലും നടക്കുന്ന കാൽപാദങ്ങൾ ദൃശ്യവൽക്കരിച്ചുകൊണ്ട് മുന്നേറുന്ന ദൈവത്തിൻ്റെ കരുണാകടാക്ഷം ഓരോ അടയാളമായി നിങ്ങൾക്ക് ഇന്ന് ദൃശ്യവൽക്കരിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഉടമ്പടി സാക്ഷ്യം പറയുമ്പോൾ ഓരോ മക്കളും പറയും, കർത്താവെ, ഒരു അടയാളം കാണിക്കണമേ, അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അറിയണേന് ഒരു അടയാളം കാണിക്കണമെന്ന് പറയുമ്പോൾ ഒരു പിശുക്കുമില്ലാതെ നീ നിർലോഭമായിട്ട് അവിടെ വാക്കുകളെയും പ്രാർത്ഥനയും ആദരിച്ചുകൊണ്ട് നീ അന്ന് തന്നെ അപ്പം തന്നെ അടയാളം കാണിക്കുന്നുണ്ട്. കർത്താവെ, അങ്ങയുടെ മക്കളുടെ കൂടെ അങ്ങ് ഉണ്ടെന്ന് ഇന്ന് അവർക്കൊരു അടയാളം കാണിക്കണമെന്ന് ഞാൻ അഭിഷിക്ത അങ്ങയുടെ തിരുസന്നിധിയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവ്, അവരുടെ വിശ്വാസം ആവേശപരമായ മുന്നേറ്റമായി മാറാനും എല്ലാതും അതിജീവിക്കാൻ ആവശ്യമായ ആത്മകരുത്ത് അവരുടെ ഹൃദയത്തിൽ വിളയാടാൻ വേണ്ടി ദൈവത്തിൻ്റെ കരുണയാൽ നിങ്ങളെ നിറയപ്പെടട്ടെ. എൻ്റെ കർത്താവിന് വിരുദ്ധമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ നിങ്ങളുടെ എല്ലാ ജീവിത അവസ്ഥകളും, എന്ത് വിഷയത്തെക്കുറിച്ചാണ് നിങ്ങൾ ഭാരപ്പെടുന്നത്, എന്ത് വിഷയത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് പ്രത്യേക നഷ്ടപ്പെട്ടിരിക്കുന്നത്, നിങ്ങൾ തന്നെ ഉപേക്ഷ വിഷയമാകാം. ആ വിഷയം കർത്താവ് അഹ്റോൻ്റെ ഉണക്ക കമ്പുകൾ എങ്ങനെയാണോ പച്ച പിടിച്ചു വന്നത്, അതുപോലെ നിങ്ങളുടെ പ്രത്യാശകൾ പൂരട്ടെ എന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും വചനത്തിലും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അടിയം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ കുഞ്ഞു മക്കളെ ഓർത്തും പൊടിക്കുഞ്ഞുങ്ങളെ ഓർത്തും വേവലാതി കൊള്ളുന്ന മാതാപിതാക്കന്മാർ, അവരുടെ രോഗങ്ങൾ, അവർ സംസാരിക്കാത്ത അവസ്ഥകൾ, അവർ കണ്ണു കാണാത്ത അവസ്ഥകൾ, കുഞ്ഞുമക്കളുടെ ഹൃദയത്തിൻ്റെ ദൂരങ്ങൾ, ഇങ്ങനെ വിവിധങ്ങളായ കുഞ്ഞുങ്ങളുമായിട്ട് മരുന്നും കൈവായിട്ട് നടക്കുന്ന ഒത്തിരി വേവലാതി, തങ്ങളുടെ ജീവിതം തന്നെ തീർന്നല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട്, തങ്ങളുടെ സന്തോഷം തന്നെ പോയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മക്കൾ ഓർത്ത് നൊമ്പരപ്പെടുന്ന മക്കളുണ്ട്. അതുപോലെ മക്കളില്ലാത്ത ദമ്പതികളുണ്ട്. എൻ്റെ കർത്താവെ, അവരെ എല്ലാവരും നീ ആസ്വദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം കർത്താവെ, നീ അവർക്ക് ദാനവും വാഗ്ദാനവുമായി നൽകിയിട്ടുള്ള എല്ലാ വാഗ്ദാനങ്ങളെയും കർത്താവെ ഞങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ആത്മാവിനാൽ മക്കളെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ എന്തിനെക്കുറിച്ചാണോ, ആരെക്കുറിച്ചാണോ, ഏതിനെക്കുറിച്ചാണോ എന്ത് വേവലാദ്യം മക്കൾ അനുഭവിക്കുന്നുണ്ടോ ആ മേഖലകളിലെ ദൈവത്തിൻ്റെ ദൈവക്കരുത്ത് നിങ്ങൾക്ക് അഭിഷേകമായി ലഭിക്കട്ടെ. നിങ്ങൾ ചാടി എഴുന്നേറ്റ് കർത്താവ് സ്വന്തം കാലിൽ നിൽക്കുകയും നിങ്ങളുടെ മുന്നേറ്റത്തിന് വേണ്ടി കർത്താവിൻ്റെ കൂടെ നിങ്ങൾ സഞ്ചരിക്കാൻ ഇടയാകുകയും ചെയ്യട്ടെ. കർത്താവ്, വലിയ വലിയ സാക്ഷ്യങ്ങൾ പറയാൻ, ഒത്തിരി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ അങ്ങനെ മക്കളെ യേശുവിൻ്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ യേശുവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ ഉദ്യമങ്ങളെ യേശുവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ യാത്രകളെ യേശുവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ സംസാരങ്ങളെ, ചിന്തകളെ, തീരുമാനങ്ങളെ, ചർച്ചകളെ യേശുവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു. നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, യാത്ര ചെയ്യുന്ന വഴികൾ, തിരിച്ചു വരുന്ന വഴികൾ, ഉപയോഗിക്കുന്ന വാഹനങ്ങൾ എല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിത്യപിതാ പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വീശ്വരൻ നീക്കുക. ആമേൻ.